എൻ്റെ കഥ ഒരാഴ്ച മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് കരുതട്ടെ. ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. ഈ വർഷം ഓഗസ്റ്റ് 26 അത്തമാകുമ്പോൾ പൊട്ടിക്കാൻ പാകത്തിലാണ് എന്നെ നിങ്ങൾ കൃഷി ചെയ്തത്. എനിക്ക് കൃത്യമായ വളവും പരിചരണവും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൈവിടാൻ എനിക്ക് സാധിക്കില്ലല്ലോ. ഞാൻ മെല്ലെ മെല്ലെ മൊട്ടുകൾ വലുതായി വിരിയാൻ തുടങ്ങുന്നു. എൻ്റെ മൊട്ടുകൾ കണ്ടില്ലേ, പാതി വിടർന്ന നിലയിലാണ്. ഇനി 5 ദിവസം കൂടിയുണ്ട്. അപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും വിരിയും. എൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള വിരിയാറായ പൂക്കളെ നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ, എനിക്ക് മറ്റൊരു വർണ്ണ വ്യത്യാസം കൂടിയുണ്ട്. മഞ്ഞ കളറിലും ഞാൻ വിരിയാറുണ്ട്. മഞ്ഞ കളറിലെ പൂക്കൾ വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മൊട്ടുകൾക്ക് നല്ല വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പത്തിലും ഇത്രയും ആരോഗ്യത്തോടെയും ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറ്റരുതേ. ഇനി ഞങ്ങൾ തന്നെ വിരിഞ്ഞോളും എന്ന് കരുതിയാൽ തെറ്റി. നിങ്ങൾ ദിവസവും ഞങ്ങളുടെ അടുത്തേക്ക് വരണം. എന്ന് നിങ്ങളുടെ പരിചരണം കുറയുന്നോ അന്ന് ഞങ്ങളുടെ പൂക്കളുടെ അളവ് കുറയും. അതുകൊണ്ട് മറക്കരുത്. ദിവസവും വന്ന് ഒന്ന് തൊട്ടു തലോടി പൂക്കളെയൊക്കെ നോക്കി മൊട്ടുകളെയൊക്കെ നോക്കി നല്ലത് മാത്രം പറയുക. നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണം. ആ ദിവസം, അതായത് നിങ്ങൾക്ക് എന്നാണോ പൂ വേണ്ടത് അന്ന് തന്നെ ഞങ്ങൾ വിരിയും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത്. ഇത് മാത്രം പോരാ. നിങ്ങൾ വന്ന് തൊട്ടുതലോടി വർത്തമാനം പറഞ്ഞു പോകുന്നതിന് മുമ്പായി അല്പം വളങ്ങൾ, ഞങ്ങൾക്ക് ഭക്ഷണം അത് നൽകണം. വെള്ളം അധികം വേണ്ട, മഴക്കാലമല്ലേ. ഏതായാലും പൊട്ടാസ്യം കൂടിയ വളങ്ങൾ, അത് വേരിലൂടെ ലഭിക്കാൻ ഉള്ള തരത്തിലുള്ള ജൈവ രീതിയിലോ രാസരീതിയിലോ ഏതായാലും ഞങ്ങൾ സ്വീകരിക്കും. പിന്നെ മുകളിൽ സ്പ്രേ ചെയ്യേണ്ട, ഇലകളിൽ അടിക്കേണ്ട ഫോളിയാർ സ്പ്രേ വളങ്ങൾ തന്നാലും ഞങ്ങൾക്ക് സന്തോഷം. അഥവാ ഞങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കും കേട്ടോ. ഇനി മറ്റൊരു ഘടകം വെയിലാണ്. വെയിൽ നല്ല രീതിയിലുണ്ടെങ്കിൽ ഞങ്ങൾ സൂര്യനെ നോക്കി സന്തോഷത്തോടെ ചിരിക്കും. ആ ചിരി കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇങ്ങനെ തുടർച്ചയായി വരുന്ന മുട്ടുകൾക്ക് വേണ്ട ആഹാരം നിങ്ങൾ തരികയാണെങ്കിൽ പകുതി നിങ്ങൾ തന്നാൽ മതി. ബാക്കി ഞങ്ങൾ സൂര്യനിൽ നിന്നും സ്വീകരിച്ചോളാം. മഴക്കാറ് വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമമുള്ളൂ. അപ്പോൾ ഈ വരുന്ന അത്തത്തിന് പൊട്ടിക്കാൻ പാകത്തിൽ ഞങ്ങൾ തയ്യാറായി വരുന്നുണ്ട്. എന്നാൽ പല ആളുകളും മഴ കാരണം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. മഴ മാറട്ടെ എന്ന് കരുതി നിൽക്കുകയാണ്. ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞങ്ങൾക്ക് വിശക്കുമ്പോഴല്ലേ ആഹാരം തന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ 2 ദിവസം മഴയാണെന്ന് കരുതി മാറി നിന്നാൽ വെറും വെള്ളം കുടിച്ച് ഞങ്ങളെങ്ങനെ ജീവിക്കും? ഇതെല്ലാം ഇക്കൊല്ലം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത കൊല്ലം ഞങ്ങളെ വിഷമിപ്പിക്കാതെ നന്നായി ആഹാരം തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഒരു പൂ ചോദിച്ചാൽ ഞങ്ങളൊരു പൂക്കാലമാണ് തരുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങൾക്ക് കുറഞ്ഞ കാലമേ ആയുസുള്ളൂ. ഉള്ള കാലം സന്തോഷത്തോടെ നമുക്ക് കൊടുത്തും തന്നും വാങ്ങിയും ഒക്കെ കഴിയാം. എന്തായാലും ഇനി അത്തത്തിന് കാണാം. ഒരു നല്ല പൂക്കാലം നേർന്നുകൊണ്ട് നിർത്തുന്നു.